ഇടുക്കിയിലെ ദേശീയപാത വികസന പ്രവർത്തനം നിർത്തിവെക്കാൻ ഹൈക്കോടതി പറഞ്ഞിട്ടില്ലെന്ന് കേസിലെ ഹർജിക്കാരനായ എം.എൻ. ജയചന്ദ്രൻ. നിയമാനുസൃതമല്ലാതെ അനധികൃതമായി മരം മുറിക്കുന്നതിനും വനഭൂമി കയ്യേറ്റത്തിനുമെതിരെയാണ് ഹർജി സമർപ്പിച്ചത്. നിയമലംഘനമുണ്ടെങ്കിൽ കണ്ടെത്തി തടയണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി അനുവദിച്ചതിൽ കൂടുതൽ മരങ്ങൾ മുറിച്ചു കടത്തുകയും വലിയ അളവിൽ മണ്ണ് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നിൽ ആരാണെന്നും ഇവയ്ക്ക് ലഭിച്ച പണം എവിടെയെന്നും കണ്ടെത്തേണ്ടതുണ്ട്. നിലവിലെ പ്രശ്നത്തിൽ സർക്കാരിനും ദേശീയപാത അതോറിറ്റിക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും എം.എൻ. ജയചന്ദ്രൻ പറഞ്ഞു. നീതി കൂട്ടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കോടതി വിധി സംബന്ധിച്ചാണ് ഇപ്പോൾ ഈ ഹർത്താൽ നടക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ ഹർത്താലിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ഈ ഹർത്താൽ നടത്തുന്നവരൊന്നും ചിന്തിക്കേണ്ടതാണ്. കാരണം ഇവർ പറയുന്നത് പോലെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം പൂർണ്ണമായിട്ട് നിർത്തിവെക്കാൻ ഒരു ഉത്തരവില്ല. ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല നാഷണൽ ഹൈവേയുടെ വികസനം നിർത്തണം എന്ന് ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല. അതിനകത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദേശീയപാത കടന്നു പോകുന്നത് വനഭൂമി കൂടെയാണ്. അതിലാർക്കും തർക്കം ഉണ്ടാവും തോന്നണില്ല. നമ്മുടെ മലയാറ്റൂർ ഇടിയറ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള റിസർവ് വനത്തിൽ കൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ റിസർവിൽ കൂടെ കടന്നു പോകുന്ന പാതകളുടെയും അതേപോലെ മറ്റ് വനേതര പ്രവർത്തനങ്ങൾക്കും അതിൻ്റേതായ ഒരു നിയമമുണ്ട്. വനേതര പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എടുക്കേണ്ട ചില നിയമങ്ങളുണ്ട്.